അരണ്ട നീല ബൾബിൻ്റെ വെളിച്ചത്തിൽ പതുപതുത്ത മെത്തയിൽ മലർന്നു കിടക്കുന്ന സൂരജിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുന്ന സന്ധ്യയുടെ വലങ്കൈ വിരലുകൾ അവൻ്റെ നെഞ്ചിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു. സൂരജിൻ്റെ വലതു കൈ കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ആ ചെറിയ വെളിച്ചത്തിലും അവളുടെ മൂക്കിൻ്റെ വലതുവശത്തെ മൂക്കുത്തിയുടെ കല്ലുകൾ ഒരു ചെറു നക്ഷത്രം പോലെ തിളങ്ങുന്നു. അവളുടെ കൈവിരലാൽ തീർക്കുന്ന ചിത്രം വരയിൽ ഇക്കിളിയാവുന്നുണ്ട്. എന്നാലും അവൻ്റെ ഇടം കൈ കൊണ്ട് അവളുടെ കൈകളെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു വയ്ക്കുന്നുണ്ട്. എടോ, പണ്ട് നടന്ന കാര്യങ്ങൾ വല്ലതും നീ ഓർക്കുന്നുണ്ടോ? അവൻ പതുക്കെ ചെറിയ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. എന്ത് കാര്യം? അത് പറയുമ്പോഴും അവളുടെ ചിത്രം വര നിന്നിരുന്നില്ല. പണ്ടത്തെ കഥകളൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. എന്തു കാര്യം? ആ പറച്ചിലിൽ ചെറിയൊരു കൊഞ്ചലുണ്ടായിരുന്നു. നമ്മളെത്ര ചെറുപ്പം മുതലേ കാണുന്നതായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. മെലിഞ്ഞ് സുന്ദരിയായ ഒരു പെണ്ണ്. ഇന്നത്തെ പോലെ അന്നും നിനക്ക് മുക്കുത്തി ഉണ്ടായിരുന്നു. എല്ലാറ്റിനും അവള് മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്രമാത്രം ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. നിൻ്റെ ശ്രദ്ധ നേടുവാൻ ഞാൻ പല രീതിയിൽ നിൻ്റെ മുന്നിലെത്തിയിരുന്നു. നീ ഒരു തരത്തിലും എന്നെ മൈൻഡ് ചെയ്തില്ല. ഓഹോ, ഇപ്പോഴും എന്നോട് പരിഭവമുണ്ടോ? ഇല്ലടോ, ഇപ്പം നീ എൻ്റേത് മാത്രമല്ലേ. അതും പറഞ്ഞ് സൂരജ് സന്ധ്യയെ 2 കൈകൾ കൊണ്ടും മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളാകെ ഇക്കിളി കൊണ്ട് പൊളഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് അവളെ നോക്കിയ നേരം അവൾ ഉറക്കിൻ്റെ സുന്ദര ലോകത്ത് പല വർണ്ണചിത്രങ്ങൾ സ്വപ്നം കണ്ട് കണ്ണുകൾ ഇറുക്കെ അടച്ചു കിടക്കുകയാണ്. അവളെ ഉണർത്താതെ തന്നെ മെല്ലെ കിടക്കയിലേക്ക് കിടത്തി. അവളൊന്നും തന്നെ അറിഞ്ഞില്ല. മിഴിയടയ്ക്കാതെ സൂരജ് മേലെ കറങ്ങുന്ന ഫാനിൻ്റെ നടുവിലേക്ക് നോക്കിക്കിടന്നു. പഴയകാല കഥകൾ ഒരു ചിത്രകഥ പോലെ മനസ്സിൽ തെളിയുവാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളോടല്ലാതെ ആൺകുട്ടികളുമായിട്ട് യാതൊരുവിധ അടുപ്പവും കാണിക്കാത്ത ഒരാളായിരുന്നു സന്ധ്യ. വർഷങ്ങൾ കഴിഞ്ഞു. കയ്യിൽ വേണ്ടുന്നതിലധികം പണവുമായിട്ട് പുറം നാട്ടിൽ നിന്നും എത്തിയതായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഞാൻ ആകെ ഒരേ ഒരാൾ, ആണായിട്ടും പെണ്ണായിട്ടും. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സ്നേഹം അവരെനിക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. അച്ഛൻ്റെ പക്കലും കൂടാതെ അമ്മയുടെ തറവാട് വഴി അമ്മയ്ക്ക് കിട്ടിയ പണവുമെല്ലാം ധാരാളമുണ്ട്. ഒന്നിനൊരു കുറവുമില്ല. എനിക്ക് പുറം നാട്ടിൽ പോകേണ്ട യാതൊരു തരത ആവശ്യമില്ലായിരുന്നു. അതിന് കാരണമായത് സന്ധ്യയും. ഞാൻ അവളെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അക്കാര്യം ഞാൻ ഇവളോട് ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് അവൾ എന്നെ ഒരുപാട് ശകാരിച്ചു. ഇത്രകാലം ഞാൻ ഇഷ്ടപ്പെട്ട് മനസ്സിൽ കൊണ്ടു നടന്ന പെൺകുട്ടി മുഖത്ത് നോക്കി അധിക്ഷേപിച്ചപ്പോൾ ആകെ വിഷമായി. എന്നിട്ടും അവളെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താണ് അവൾക്കുള്ള പ്രത്യേകത? പലതവണ ഞാൻ ചിന്തിച്ചതാ. അതിനുള്ള ഉത്തരം പ്രത്യേകിച്ച് കിട്ടിയില്ല. പക്ഷെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു, സന്ധ്യ നിനക്കുള്ളതാണ്. അവളെ കണ്ടു കഴിഞ്ഞാലല്ലേ മനസ്സിന് പ്രശ്നം ഉണ്ടാവും. അതുണ്ടാവരുത്. അതിൽ നിന്നും മനസ്സിനൊരു വിടുതലിന് വേണ്ടിയായിരുന്നില്ലേ ആ വിദേശയാത്ര. വിദേശത്ത് നിന്നും 4 മാസം വീതം കുടുംബം നാട്ടിൽ വരാൻ കഴിയുന്നതിനാൽ വിദേശിയുടെ വിഷമമൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. അച്ഛനും അമ്മയ്ക്കും എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതിനാൽ സങ്കടങ്ങളുമില്ല. നാട്ടിലെത്തിയാൽ ആകെ ഒരു വിഷമേ ഉണ്ടാവും. അച്ഛനും അമ്മയും തുടരെ പറഞ്ഞുകൊണ്ടേയിരിക്കും കല്യാണക്കാര്യം. മോനെ ഇപ്പോഴെങ്കിലും ഒന്ന് പറ, നമുക്കൊരു കുട്ടിയെ പോയി കാണാം. ഓരോരോ തവണ ലീവിൽ വരുമ്പോഴും അച്ഛനും അമ്മയും നിർബന്ധിക്കും, വിവാഹം കഴിക്കണമെന്ന്. അപ്പോഴൊക്കെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞാറായി. ഒരിക്കലും നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവളെക്കുറിച്ച് നല്ലൊരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവൾ മറ്റൊരാളുടെ ഭാര്യയെ കഴിഞ്ഞുവെന്ന്. വിവാഹത്തിന് ഏതാണ്ട് 1 മാസം മുൻപേ അച്ഛൻ അപകടത്തിൽ മരിച്ചെന്നു. എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് മുടങ്ങാതെ കല്യാണം നടന്നു വന്നു. ആ തവണ ലീവ് തീരുന്നതിന് മുമ്പ് തന്നെ വിദേശത്തേക്ക് തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടിയപ്പോൾ അച്ഛൻ ചോദിക്കണ്ടായി, അതെന്താ മോനെ പെട്ടെന്ന് തിരികെ പോകണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല എന്ന് അച്ഛനോട് പറഞ്ഞെങ്കിലും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറഞ്ഞു. അച്ഛൻ വെറും അച്ഛൻ മാത്രമായിരുന്നില്ല, എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു. എൻ്റെ സങ്കടങ്ങളെല്ലാം കേട്ടപ്പോൾ അച്ഛൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയുണ്ടായി, മോൻ വിഷമിക്കണ്ട, അവളെ മാത്രമല്ലല്ലോ പെൺകുട്ടിയായിട്ട് ഈ നാട്ടിലുള്ളത്. മോൻ ധൈര്യമായിട്ട് പോയിട്ട് വരും. ഞങ്ങൾക്കിവിടെ കൂട്ടായിട്ട് ഒരാൾ വേണം. ഇല്ലാതെ പറ്റില്ലല്ലോ. അതിന് മോൻ്റെ കല്യാണം നടന്നേ വെക്കൂ. അച്ഛൻ്റെ ശബ്ദം ചെറുതായി ഇടറുന്നുണ്ടോ എന്ന് തോന്നി. ശരി അച്ഛ, അടുത്ത തവണ എന്തായാലും നമുക്ക് ശ്രമിക്കാം. അന്ന് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛന് കൊടുത്ത വാക്ക് നിറവേറി. ഇത്തവണ വന്നപ്പോഴും അവളുടെ ഭർത്തു വീട്ടിനരികിലെ അയൽക്കാരെ കണ്ടു. അന്വേഷിച്ചപ്പോൾ അവർ കഥകളെല്ലാം വ്യക്തമായി പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് ആകെ 5 മാസവും കുറച്ച് ദിവസം കൂടെ മാത്രമേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ അവിടെ കശപിശ തുടങ്ങിയിരുന്നു. ദിവസവും രാത്രി മൂത്ത ലഹരിയോടെയായിരുന്നു അയാൾ വീട്ടിലെത്തുക.
അതുമേലെയാണ് വഴക്കുകൾ തുടങ്ങിയത്. കഥകൾ കേട്ടു തുടങ്ങിയപ്പോൾ അതിയായ സങ്കടം തോന്നിയെങ്കിലും ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു പുതിയ വഴി തുറന്നു കിട്ടുകയല്ലേ എന്ന് ഓർക്കാതിരുന്നില്ല. പരസ്യത്തിൽ പറയുന്ന പോലെ മനസ്സിൽ ലഡുപൊട്ടി ഞാൻ ഏറെ സന്തോഷിച്ചു. എൻ്റെ ഭഗവാനെ, ഗുരുകാരണവന്മാരെ, അവളെ നീ എനിക്കായി ഒരുക്കിയതാണോ? മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയുണ്ടായി. കേട്ടറിഞ്ഞ കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. നേരത്തെ അച്ഛനോട് ഞാൻ പറഞ്ഞതൊന്നും അച്ഛൻ അമ്മയോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വളരെ കടുത്ത സ്വരത്തിൽ എന്നോട് ചോദിച്ചു, മോനെ, നിനക്കിതെന്തു പറ്റി? ഇവിടെ പെൺകുട്ടികളെ വേറെ കിട്ടാനല്ലേ? നീ കണ്ടുവച്ചത് ഈ രണ്ടാം കെട്ടുകാരെയാണോ? എന്താ ആവശ്യമുണ്ടോ നിനക്ക്? ഇത്രയും കേട്ടപ്പോൾ അച്ഛൻ ഇടക്കേറി അമ്മയോട് സമാധാനത്തിൽ പറഞ്ഞു, അവൻ അവളെ മാത്രം മതിയെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അവളുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടല്ലേ ആ ബന്ധം വിട്ടുപിരിഞ്ഞത്. അതുമാത്രമല്ല, അവർ തമ്മിൽ നിയമപ്രകാരം ബന്ധവും പിരിഞ്ഞു. ഈ വിഷമങ്ങൾ കണ്ട് സഹിക്കാൻ കഴിയാതെ ആ കുട്ടിയുടെ അമ്മ തളർന്ന് കിടപ്പിലായെന്ന് അമ്മവും പറഞ്ഞത്. അച്ഛനൊന്ന് നിർത്തിയതിന് ശേഷം അമ്മയോട് പറഞ്ഞു, നമുക്ക് ആ കുട്ടിയൊന്ന് ചെന്ന് കണ്ടാലോ? അച്ഛൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം. ഏട്ടൻ പറയുന്ന പോലെ ചെയ്യാം, അമ്മ പറഞ്ഞു. അമ്മയിൽ നിന്നും അനുകൂല അഭിപ്രായം വന്നപ്പോൾ എല്ലാം എളുപ്പമായി. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. ഇന്നവൾ എൻ്റേതാണ്, എൻ്റേത് മാത്രം. വീണ്ടും ഒരു പുതിയൊരു കഥയുമായിട്ട് നമുക്ക് കാണാം, അല്ലേ?